നിങ്ങൾ ഇതുവരെ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പം മോൻ ഇന്ന് കളിയും കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ കുറച്ച് മധുരക്കിഴങ്ങും കട്ടൻ കാപ്പിക്ക് മധുരക്കിഴങ്ങും കൂടെ ആക്കിയിരുന്നു. അപ്പോൾ അവൻ മധുരക്കിഴങ്ങ് കഴിക്കൂല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഞാനൊരു ഷേക്ക് അടിച്ച് തരാം. അപ്പം പഴം ഉണ്ടായിരുന്നു വീട്ടിൽ, പഴുത്ത നല്ല മൈസൂർ പഴം. അപ്പോൾ അത് 2-3 ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ഷേക്ക് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ നിങ്ങളടിച്ച് നോക്കിയിട്ടുണ്ടാവില്ല, ഇനി ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇനി ഞാൻ 2-3 ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര പാനിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഹെൽത്തിയുമാണ്. മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. പിന്നെ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ തേങ്ങാപ്പാലിൽ കുതിർത്ത ഡേറ്റ്സാണ്. അപ്പോൾ തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ. ഞാൻ ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നല്ല കട്ടി തേങ്ങാപ്പാലാണിത്. ഇനി ഇതൊന്ന് അടിച്ച് വരട്ടെ. ഞാനിതിന് ഒരു ഗ്ലാസ്സിലോട്ട് പകരുന്നുണ്ട്. ഞാനിതിൻ്റെ മേലെ കുറച്ച് തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്ക് നല്ല വിശപ്പും മാറും. കളിച്ചിട്ടെല്ലാം വരുമ്പോൾ കുടിക്കാൻ കൊടുക്കാം. പിന്നെ മധുരക്കിഴങ്ങൊന്നും ചില പിള്ളേർ കഴിക്കൂല. ഇതുപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കുടിച്ചോളും. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനിതൊന്ന് കുടിച്ച് ടേസ്റ്റ് നോക്കട്ടെ. നമ്മളെ നല്ല ഒരു പായസമൊക്കെ കഴിക്കൂലേ, അതേ ടേസ്റ്റാണ്. നല്ല ഏലക്കായൻ്റെ മണിയെല്ലുള്ളതുകൊണ്ട് കുറഞ്ഞൊരു രുചിയാണ്. ആ പഴത്തിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി അടങ്ങുന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നല്ല പോലെ കഴിക്കും മക്കൾ. അപ്പം പിന്നെ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ.